വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളുള്ളത് നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് സർപ്രൈസ് ആയിട്ട് ഞങ്ങളിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളിത് ശരിക്കും പ്ലാൻഡ് ആയിരുന്നില്ല കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് വീട്ടിൽ നിന്ന് അപ്പനും അമ്മയും ചിഞ്ചും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എന്നാണ് വരണേ എന്നുള്ളത്. പക്ഷേ ഞാൻ ഇനി ഓണത്തിന് പോവുള്ളൂ എന്നൊരു തീരുമാനത്തിലായിരുന്നു ഞാൻ ഇത്ര നാൾ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണേന് ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷന് പോവാം, ചച്ചുമോന് ക്ലാസ് ഉണ്ടല്ലോ. അപ്പം അത് കാരണം അവൻ്റെ ക്ലാസ് വെറുതെ അസുഖങ്ങളൊന്നും അല്ലാണ്ട് ആവശ്യമില്ലാണ്ട് ലീവ് എടുപ്പിക്കണ്ട എന്നൊരു തീരുമാനത്തിലാണ് ഞാൻ. അപ്പം അത് കാരണം അവന് ക്ലാസ് ഉള്ള കാരണം ഇനിയിപ്പോൾ വെക്കേഷനെ സ്വസ്ഥമായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. ഇന്ന് രാവിലെ അമ്മ ഇങ്ങനെ വിളിച്ചപ്പം ചച്ചുമോന് ക്ലാസ്സിലാന്നുള്ളത് അറിയാം, ഇച്ചാൻ ഓഫാന്നുള്ള കാര്യം ആളറിഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, നമ്മളിങ്ങനെ അമ്മ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഇച്ചാൻ ഓഫാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്കപ്പം ഇന്ന് വരായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് കളക്കി, കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയില്ലല്ലോ, സത്യമാണ്. അപ്പം അതിന് ഭയങ്കര ഡയലോഗ് കുറിച്ച് നിന്നെ കാണാൻ വേണ്ടിയിട്ടൊന്നും എനിക്ക് എൻ്റെ പിള്ളേരെ കാണാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ച് ഞാൻ പിള്ളേരുടെ ഫോട്ടോയും ഞാനൊന്ന് അയച്ചു തരാം, അതല്ലെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ അവർക്ക് എല്ലാവർക്കും പിള്ളേരെ കാണുന്നുണ്ട്, എന്നെയും കാണുന്നുണ്ട്, ഇച്ചാനെയും കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് കാലത്ത് കുറച്ചധികം പരിപാടികളുണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ നേരെ ഇരിങ്ങാലടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അറിയില്ല, ഭയങ്കര സർപ്രൈസാണ്. ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ വരുന്ന കിട്ടുമോ എന്നുള്ളതാണ് ഇപ്പം ഇച്ചാൻ്റെ എൻ്റെയും ടെൻഷൻ. എന്തായാലും നോക്കാം, എന്തെങ്കിലും കാണും, ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ പറ്റി കഴിക്കാമല്ലോ. അപ്പം ഞാനിപ്പം പതിവില്ലാത്തൊരു കാര്യം ചെയ്യാൻ പോവാണ്. അതായത് പ്രത്യേകിച്ച് ഞാൻ വീട്ടിലേക്കൊന്നും മാഞ്ചു കൊണ്ടുപോകാറൊന്നുമില്ല. അവൾ ചെന്നിട്ട് നമ്മളിങ്ങനെ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇപ്രാവശ്യം എനിക്ക് തോന്നി നമ്മളെന്തായാലും ഇന്ന് തന്നെ തിരിച്ചു പോരുമല്ലോ. അപ്പം പിന്നെ പുറത്തേക്ക് പോകാനുള്ള ടൈമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പം പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോകാം. അപ്പം ഇപ്പം ഇത് വാങ്ങാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. പൊട്ടിക്കാം. ഓ, വീട് പണിക്ക് ഇത്രയ്ക്കായല്ലേ. കുഞ്ഞിപ്പെണ്ണ് ഇപ്പഴാ അറിഞ്ഞത് ഇങ്ങോട്ടേക്ക് വരണേന്ന്. എന്നാലും അവൾക്ക് വഴി കണ്ടപ്പോ മനസ്സിലായില്ലേ ആരാണ് ഇവിടെ ഉള്ളത്. ഒക്കെ ഉറങ്ങാണോ തമ്പുരാനെ? അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നുണ്ടായില്ല. വേറെയുണ്ട്. അയ്യോ, അപ്പം ഇവിടെ കൊണ്ടേ. അപ്പൊ ഞാൻ ചോദിച്ചത് ആരുടെ മേടിച്ച? വല്യപ്പാപ്പ മേടിച്ചതാ. മീലു അങ്ങാണോ? അയ്യോ, മീലുവിന് വണ്ടി കൊടുത്തേക്കാം. അതിപ്പോ എഴുന്നേക്കും അവള്. വേണ്ട, എഴുന്നേപ്പിക്കണ്ട, അവൾ ഉറങ്ങട്ടെ. അയ്യോ, ദൈവം, ഇതെങ്ങനെ കയറണത്? ശരിയായ എന്താ സമയം എടുക്കും? വിറകൊക്കെ ഇടണേ, വിറക് ഇവിടെ ഇവിടെ പോനെ. അയ്യോ ബാബാ, ഇവിടെ ചെരുപ്പില്ലിടാനായിട്ട് എനിക്ക് ഇല്ല. ഓ ഹലോ പറഞ്ഞേ. ഹലോ. ഞങ്ങൾ വന്നപ്പോ തന്നെ വല്യപ്പയ്ക്ക് അമ്മ ഒരു ചെറിയ പണി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേപ്പിലൊക്കെ പറിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ കുറച്ച് നമുക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോവാം, പിന്നെ കുറച്ച് വെടിക്ക് കൊടുക്കാം.
അപ്പൊ നമുക്ക് വേപ്പിൽ പറിക്കാൻ പോവാവേ. വേലിപ്പപ്പയ്ക്ക് ചെറിയൊരു ടാസ്ക് ആണത്. ഇതാണ് നമ്മുടെ വേപ്പില മരം, കുഞ്ഞു മരം. ഓ ഇതൊക്കെ അറിയോ? ഇതാരും ഇതൊക്കെ ചെയ്യണേ? നോക്കട്ടെ ചായ, കാണിച്ചേ, കാണിക്ക, ഇങ്ങോട്ട് നീങ്ങിക്ക്. കാണുന്നില്ല, കാണുന്നില്ല. ഇത് ഞങ്ങളുടെ കിണർ. കിണർ പറഞ്ഞേ. എന്തിനാ? ഓ അതിനാണോ? നല്ല എനിക്ക് മുകളിലത്തെ അടിക്കാൻ നല്ല കൊമ്പാന്ന് സജോ ചേട്ടൻ വന്നിട്ടേ മുകളിലത്തെ കൊമ്പ് പിടിച്ചിട്ട് നല്ലത് കിളിർത്ത് വന്നിട്ടുണ്ട്. ഓ എനിക്ക് പണി തരാൻ വേണ്ടിട്ടാണല്ലേ? എന്തിനാടാ? മനസ്സിലായടോണ്ടപ്പ എനിക്ക് എത്തില്ല മാത്രല്ല, അതുകൊണ്ടാ ഞാൻ തുമ്മണടി. ഇച്ചായന്റെ അസിസ്റ്റന്റ് ആണ് കേട്ടോ അവള്. വല്ലതും നടക്കോ ചായ? ആ കുറച്ച് വേണ്ടി വരും. യെസ് യെസ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്, യു ക്യാൻ ഡു ഇറ്റ്. അന്ന് ഓടിച്ചോടോ, ഓടിച്ചോ. ആ പോരെ. ഇത് കുഞ്ഞലകളാണോ? എങ്ങനെ പൊക്കി പിടിച്ചേ? നോക്കി നോക്കിയോട് നോക്കിയേ. മാറ്റി ആക്കി ചിരിക്കിച്ചായ. കറക്റ്റ് മോന്റെ പോലെ തന്നെയാണ് ഈ മനുഷ്യൻ. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഒരു വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവര്, അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ എനിക്ക് മറ്റേ ഒരു ചമ്മന്തി, അയില, ഉണക്കയില ചമ്മന്തി മൈ ഫേവറേറ്റ് ആണ്. അതുണ്ടാക്കി തന്നിട്ടുണ്ട്. അതും സാമ്പാറും കൂടി പിടിക്കണം. ഇച്ചാനും പിള്ളേരൊക്കെ കഴിച്ചു. അവര് സാമ്പാറും എന്താ വെച്ചാൽ കായുപ്പേരിയും കൂടി കഴിച്ച് ഞാൻ സാമ്പാറും ചമ്മന്തി. ഇതിന്റെ ഇടയിൽ മീൻ കിട്ടണേക്കാൾ എനിക്ക് ഇഷ്ടം ഉള്ളി കിട്ടണതാ, ഭയങ്കര ഇഷ്ടം. ഉള്ളി ചമ്മന്തി കഴിച്ചാ പോരെ? ഇത് ഉണ്ടാക്കണ ഒരു വീഡിയോ നമുക്ക് ഇടാക്കാം. സെറ്റാകും. സൂപ്പർ ചമ്മന്തിയാണ്. കല്യാണം പോയാൽ അപ്പാപ്പാന്ന് വിളിച്ച മൂത്ത മോൻ. ആ എന്റെ അമ്മ ഇത് എടുത്തത് അതെ ചെല്ല്. അവിടെ നിക്കണേ. ചിന്നി ചിന്ന അവിടെ കൊണ്ടുപോയി ക്യാമറ. അപ്പൊ ചപ്പുറത്തുള്ളത് നമ്മുടെ ഇവിടുത്തെ. അല്ല, ഓരോന്നിനായിട്ട് എടുത്തോണ്ടിരിക്കയാണ്. ഇത്ര നേരം നിനക്ക് വരണമെന്നുണ്ടായിരുന്നില്ലല്ലോടി. അതെന്താ?
ഈശോയെ വലിയ പാപ്പ അവിടെ അപ്പം കട പൂട്ടിന്നാ പറഞ്ഞിട്ട് പൂട്ടണമെന്ന് പറഞ്ഞേ. ആ അതെ നമ്മളെ വീട്ടിൽ നിൽക്കാം. അപ്പൻ മൈ ഡാഡി ഫുൾ ഡാഡി ഈശോയെ കുഞ്ഞിപ്പെണ്ണ അപ്പനെ വശത്താക്കി എന്തോ വാങ്ങണ്ടിട്ടാ. അവള് ബിരിയാണി കഴിച്ചിട്ടപ്പാ. ബിരിയാണി കഴിച്ചിട്ടില്ലേ? ആണോ? പുഴുങ്ങിയ മുട്ട ആണോ? അവന് മുട്ട ആണെന്ന്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇതുവരെയുള്ള വീഡിയോ? സൂപ്പർ ഉണ്ടായിരുന്നില്ലേ? ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ, ഇതിനേക്കാളും വലിയ സർപ്രൈസ് ഇത് കഴിഞ്ഞായിരുന്നു. അപ്പനെ ഹായ് ബൈ പറഞ്ഞത് പോണത് കണ്ടല്ലോ അല്ലേ? നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ആ പോക്ക് അങ്ങനെ നേരെ പോയി ഇത്തിരി ആകുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ദാഹിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ മോക്ക് ദാഹിച്ച സ്ഥിതിക്ക് അപ്പനും എന്തെങ്കിലും കുടിക്കാൻ വേണം. അങ്ങനെ അപ്പനും മോളും കൂടി വണ്ടിയും സൈഡാക്കി കുടിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ആ നേരത്ത് എൻ്റെ അപ്പം വിളിച്ചു. അപ്പം വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ സിജുവിന് കുരിശ് വരച്ചു കൊടുക്കാൻ മറന്നുപോയി, അപ്പം നീ അവനോട് പറഞ്ഞോളൂ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം വിളിച്ചത്. അതൊരു ദൈവദൂതൻ്റെ പോലത്തെ ഒരു വിളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം കോൾ കട്ടാക്കി കഴിഞ്ഞ് ഞാൻ ഫോൺ നോക്കുമ്പം ചച്ചുമോൻ്റെ സ്കൂളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്നിക്കണേ. അപ്പം ഞാൻ എന്താണ് സംഭവം നമുക്കറിയില്ലല്ലോ. ഞാനപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ നാളെ മഴ കാരണം, അതായത് ഇന്നിപ്പോൾ ഞാൻ എടുക്കുന്നത് പിറ്റേ ദിവസത്തെയാണ് കേട്ടോ, മഴ കാരണം വെള്ളിയാഴ്ച എറണാകുളം ജില്ലയിലെ പിള്ളേർക്ക് ക്ലാസ് ഇല്ല എന്നുള്ളത് നമുക്ക് ഒരു ചെറിയൊരു സന്തോഷം വന്നു. ആൻഡ് ദെൻ വീണ്ടും വായിച്ച് നോക്കിയപ്പം ശനിയാഴ്ച ഓൾറെഡി ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഡബിളായിട്ടുണ്ടല്ലോ നമ്മൾ സന്തോഷം. അപ്പം നൈസായിട്ട് ഇച്ചാൻ്റെ തോന്നിച്ചാൻ ക്ലാസ് ഇല്ല കൊച്ചിന് നാളെ. നമ്മളാണെങ്കിൽ പകുതിയും കൂടി എത്തിയിട്ടില്ല, എന്ത് ചെയ്യണം എന്നാലോചിച്ച്. അപ്പം ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ വീട്ടിൽ നിന്നു, എന്തായാലും ക്ലാസ് ഇല്ല, 2 ദിവസം വീട്ടിൽ നിൽക്കാൻ കിട്ടിയ അവസരമാണല്ലോ, അപ്പം നീ എന്തായാലും വീട്ടിൽ നിന്നോ, ഞാൻ ഫേസ് ഓണാക്കി തരാം എന്ന് പറഞ്ഞ്. അങ്ങനെ പിള്ളേർക്കും ഭയങ്കര സന്തോഷം. ഇത് കേട്ട വഴി ക്ലാസ്സില്ല എന്ന് കേട്ട വഴിക്ക് ഞാൻ ഉറങ്ങിക്കിടന്ന് ചോദിച്ചു എഴുന്നേറ്റിട്ട്, അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് പോവണ്ട. അവനും ജോഷുവായിരുന്നു ഭയങ്കര സങ്കടമായി പോയതിട്ട്, കാരണം അപ്പോനൊന്നും കാണാൻ പറ്റിയില്ല അവനെ. അപ്പോൾ അവൻ വണ്ടി കയറി കഴിഞ്ഞിട്ട് പറയുന്നു, അമ്മ ഇനി നമുക്ക് വരുന്ന രാത്രി വന്നാൽ മതി, രാത്രി പേപ്പ ഉണ്ടാവുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ എന്താ പറയുക, പിന്നെ ഉറക്കൂല ഒന്നുമില്ല, ആൾ പിന്നെ ഉറങ്ങാണ്ട് ഭയങ്കര എനർജിയിലൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് എന്താ പറയുന്നത്, ഇന്നലത്തെ ദിവസം നമുക്ക് ഫുൾ സർപ്രൈസുകൾ മാത്രമുള്ള ദിവസമായിരുന്നു. നമ്മൾ തിരിച്ചിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര ഷോക്ക് അടിച്ച പോലെ, ഇതെന്തത് ഹായ് ബൈ പറഞ്ഞപ്പോൾ ആൾക്കാർ അപ്പം തന്നെ തിരിച്ച് വന്നേക്കണേ. അതിന് ആദ്യം നമ്മൾ പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ മറ്റന്നാളും ക്ലാസ്സില്ല, നൈസായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നും ഇവിടെ നിൽക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗിലത്തെ ഭയങ്കര സന്തോഷമുള്ള സംഭവങ്ങൾ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.